ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. ഇരുസഭകളും ഉച്ചവരെ നിർത്തിവെച്ചു. 2 മണിവരെയാണ് സഭ നിർത്തിവെച്ചത്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുകയാണ്. റഷീദ് ചേരുന്നു. റഷീദ്, അംബേദ്കറെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ അമിത്ഷാ നടത്തിയിരുന്നു. എല്ലാവരും അംബേദ്കർ എന്ന് പറഞ്ഞ് നിൽക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രസ്താവനയാണ് ഇന്നലെ അദ്ദേഹം സഭയിൽ നടത്തിയത്. ഇന്ന് പ്രതിപക്ഷം ഇതിൽ പ്രതിഷേധിക്കുന്നു. വിശദാംശങ്ങൾ. ഷമി, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിലാണ് ഇരു സഭകളും ഇന്ന് രാവിലെ തന്നെ പ്രക്ഷുബ്ധമായ പിരിഞ്ഞു 2 മണിവരെ പിരിയുകയായിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം ഭരണഘടനയ്ക്ക് മേലുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശം. അതായത് അംബേദ്കർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ഫാഷനായി മാറി. അതോടൊപ്പം ഇത്രയും തവണ ദൈവനാമം ചൊല്ലുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നു എന്ന തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പ്രസംഗമായിരുന്നു രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ചും കോൺഗ്രസ് എംപിമാരൊക്കെ തന്നെയും അംബേദ്കറുടെ ഫോട്ടോ കയ്യിലേന്തിക്കൊണ്ട് സഭയ്ക്ക് മുന്നിൽ, പാർലമെന്റിന് മുന്നിൽ വെച്ച് പ്രതിഷേധം ഉയർത്തിയിരുന്നതിന് പിന്നാലെ സഭ തുടങ്ങിയപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. ഇതിനെ പ്രതിരോധിക്കാൻ സഭാ അധ്യക്ഷന്മാർ ശ്രമിച്ചെങ്കിലും പക്ഷേ സാധിച്ചില്ല. വലിയ രീതിയിലുള്ള ബഹളം വെച്ചുകൊണ്ട് നടുക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് ഇരു സഭകളിലും ഉണ്ടായത്. എന്തായാലും രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയിൽ നടത്തിയ ഈ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തി. അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു, അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സഭയിൽ രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 2 മണിക്ക് വീണ്ടും സഭ ചേരും. ഇതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്.